ഹലോ, നമ്മൾക്കിന്ന് വെറൈറ്റി ടേസ്റ്റിൽ മാക്രോണി ഉണ്ടാക്കിയാൽ അതിന് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കും. വെള്ളം തിളപ്പിച്ച് നമുക്ക് മാക്രോണി ചേർത്ത് വെക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി പിഴിയായിട്ട് വേവിക്കാൻ പാടില്ല, കാരണം നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് മസാലയിൽ കൂടി പിന്നെ വേവിക്കാനുള്ളതാണ്. സോ നമ്മൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു സവാള, 2 കോഴിമുട്ട, ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ നമ്മൾ ആവശ്യമുള്ള കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ട് മുറിച്ച് വയ്ക്കണം. പിന്നെ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം, സവാള ചേർക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് 2 പച്ചമുളക് നടുക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് മയോണീസ് ഉണ്ടാകാം. ഒരു കോഴിമുട്ട എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ചാറിട്ട് 2 വെളുത്തുള്ളി, പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് നന്നായിട്ട് മയോണീസ് ഉണ്ടാക്കിയെടുക്കും. മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്തെടുക്കാം. തക്കാളി വഴണ്ട് അതിൻ്റെ പച്ചമണം മാറണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് തക്കാളി നന്നായി വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മളത് മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണീസാണ് നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടതാണ്. നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു കോഴിമുട്ടയില്ലേ, ആ കോഴിമുട്ട ഈ മസാല ഇട്ട് ചിക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച മക്രോണി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായി യോജിപ്പിക്കണം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ്. ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മയോണീസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തേക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മക്രോൺസ് തയ്യാറാക്കാൻ. അപ്പോൾ നമ്മൾ ഇത് നല്ല വെറൈറ്റി ടേസ്റ്റ് ആണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.